ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2025 അക്ഷര കൈരളിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള തുല്യത +1 ഹിസ്റ്ററി ചോദ്യപേപ്പറാണ്. ലെറ്റ്സ് ബിഗിൻ. 1 മുതൽ 6 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. ഒന്നാമത്തെ ചോദ്യം, വിവേകിയായ മനുഷ്യനെ തിരിച്ചറിയുക. ഓപ്ഷൻസ് നോക്കാം. ഹോമോ ഇറക്ടസ്, ഹോമോ ഹബിലിസ്, ഹോമോ സാപ്പിയൻസ്, ആസ്ട്രലോപിത്തേക്കസ്. ആൻസർ ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് ആണ് വിവേകിയായ മനുഷ്യൻ. അടുത്ത ചോദ്യം, നവോത്ഥാനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻസ് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബ്രിട്ടൻ. ആൻസർ ഇറ്റലി. ഇറ്റലിയിലാണ് നവോത്ഥാനം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഇറ്റാലിയൻ നഗരം ഏത്? ഓപ്ഷൻസ് മോസ്കോ, ലണ്ടൻ, വെനീസ്, ബെർലിൻ. ആൻസർ വെനീസ്. വെനീസ് ആണ് ഇറ്റാലിയൻ നഗരം. അടുത്ത ചോദ്യം, മോണാലിസ ആരുടെ ചിത്രമാണ്? ആൻസർ ഡാവിഞ്ചി. ഇതിന് ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ഉൾപ്പെടുത്താത്തതാണ്. ഡാവിഞ്ചിയുടെ ചിത്രമാണ് മോണാലിസ. അടുത്ത ചോദ്യം, രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത് ആര്? ആൻസർ വില്യം ഹാർവി. വില്യം ഹാർവിയാണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, അൽമാഗസ്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആൻസർ ടോളമി. ടോളമിയാണ് അൽമാഗസ് എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. എ, ബി എന്ന് 2 കോളം കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിയായി എഴുതണം. ആൻസർ നോക്കാം. എബ്രഹാം ഡാർവി മൂന്നാമൻ, ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം. ജോൺ കെ, ഫ്ലൈയിങ് ഷട്ടിൽ. ജെയിംസ് വാട്ട്, ആവിയന്ത്രം. എഡ്മണ്ട് കാർട്ട്റൈറ്റ്, പവർലൂം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. റഷ്യൻ വിപ്ലവം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം, ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു, ചൈനയിലെ ലോങ് മാർച്ച്. ഇത് തെറ്റായാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ചൈനീസ് ജനകീയ റിപ്പബ്ലിക് സ്ഥാപിച്ചു 1911, റഷ്യൻ വിപ്ലവം 1917, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം 1921, ചൈനയിലെ ലോങ് മാർച്ച് 1934. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ വർഷം എഴുതണമെന്നില്ല. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ലോകത്തിൻ്റെ രൂപരേഖയിൽ ചുവടെ പറയുന്നവ അടയാളപ്പെടുത്തുക. മെഡിറ്ററേനിയൻ കടൽ, സഹാറ മരുഭൂമി, മക്ക, മദീന. നിങ്ങൾക്ക് ഭൂപടം മാർക്ക് ചെയ്യാൻ പരീക്ഷയ്ക്ക് തരും. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുക. 10 മുതൽ 18 വരെയുള്ളവയിൽ ഏതെങ്കിലും 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം. ചോദ്യം നോക്കാം. റോമ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, പ്രാചീന മനുഷ്യന് തീ കൊണ്ട് ഉണ്ടായിരുന്ന ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, അബ്ദുൾ മാലിക്കിൻ്റെ 2 ഭരണപരിഷ്കാരങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, നവോത്ഥാന കാലഘട്ടത്തിലെ ഏതെങ്കിലും 2 ചിത്രകാരന്മാരുടെ പേരെഴുതുക. അടുത്ത ചോദ്യം, ഫ്യൂഡലിസം എന്നാൽ എന്തെന്ന് നിർവചിക്കുക. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏതെങ്കിലും 2 ലക്ഷ്യങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, റഷ്യൻ വിപ്ലവത്തിൻ്റെ ഏതെങ്കിലും 2 ഫലങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, മെയ്ജി പുനഃസ്ഥാപനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? അടുത്ത ചോദ്യം, ലോങ് മാർച്ചിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. 19 മുതൽ 21 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 സ്കോർ വീതം. ചോദ്യം നോക്കാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കളുടെ പേരെഴുതുക. അടുത്ത ചോദ്യം, ഡോക്ടർ സൺ യാത് സെന്നിൻ്റെ 3 തത്വങ്ങൾ എഴുതുക. അടുത്ത ചോദ്യം, ഇൻക സംസ്കാരത്തെക്കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ എല്ലാം ഉത്തരം നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. വേറെ എവിടെയും ഉത്തരം അന്വേഷിച്ച് പോകേണ്ടതില്ല. ഒരു ഗൈഡ് പോലെയാണ് നിങ്ങളുടെ പുസ്തകം. പുസ്തകത്തിലെ ഓരോ ചാപ്റ്ററും നോക്കുക. 22 മുതൽ 26 വരെയുള്ളവയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. ചോദ്യം നോക്കാം. അബ്ബാസിയ വിപ്ലവം വിശദമാക്കുക.
അടുത്ത ചോദ്യം മാനവികത എന്നാൽ എന്ത് വ്യക്തമാക്കുക. അടുത്ത ചോദ്യം കോപ്പർനിക്കസ് വിപ്ലവം എന്നാൽ എന്ത് വിശദമാക്കുക. അടുത്ത ചോദ്യം ആസ്ടെക് സംസ്കാരത്തെക്കുറിച്ച് ലഘുവിവരണം എഴുതുക. അടുത്ത ചോദ്യം സർവരാഷ്ട്ര സഖ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം. 27 മുതൽ 29 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 5 സ്കോർ വീതം. ചോദ്യം നോക്കാം. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതെല്ലാം. ആൻസർ നോക്കാം. ഹൊമിനിഡുകളെ 2 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അവ ആസ്ട്രലോപിത്തേക്കസ് ആൻഡ് ഹോമോ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ആസ്ട്രലോപിത്തേക്കസ് 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉത്ഭവിച്ചു. ഹോമോ 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉത്ഭവിച്ചു. ആസ്ട്രലോപിത്തേക്കസ് ചെറിയ തലച്ചോറ്, ഹോമോ വലിയ തലച്ചോറ്. ആസ്ട്രലോപിത്തേക്കസ് ഉന്തിയ താടി, ഹോമോ ചുരുങ്ങിയ താടി. ആസ്ട്രലോപിത്തേക്കസ് വലിയ പല്ലുകൾ, ഹോമോ ചെറിയ പല്ലുകൾ. ഹോമോയെ അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഹോമോ വിഭാഗങ്ങൾ ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഈ 3 ഹോമോ വിഭാഗങ്ങൾക്കും ഓരോ സവിശേഷതകളുണ്ട്. ഹോമോ ഹബിലിസ് ഉപകരണ നിർമ്മാതാവ്, ഹോമോ ഇറക്ടസ് നിവർന്നു നടക്കുന്നയാൾ, ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ. ഇത് നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യമാണ്. പുസ്തകമെടുത്ത് നോക്കുക. അടുത്ത ചോദ്യം കാലം കണക്കാക്കൽ, ഗണിതശാസ്ത്രം എന്നീ രംഗങ്ങളിൽ മെസോപ്പൊട്ടേമിയക്കാരുടെ സംഭാവനകൾ വിവരിക്കുക. അടുത്ത ചോദ്യം റോമ സാമ്രാജ്യത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ച് വിവരിക്കുക. 30 മുതൽ 32 വരെയുള്ളവയിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 8 സ്കോർ വീതം. ചോദ്യം നോക്കാം. 2ാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും വിശകലനം ചെയ്യുക. അടുത്ത ചോദ്യം ഫ്യൂഡലിസം എന്നാൽ എന്ത്, അതിൻ്റെ 3 ക്രമങ്ങളെക്കുറിച്ച് വിവരിക്കുക. അടുത്ത ചോദ്യം വിജ്ഞാനം, സംസ്കാരം എന്നീ മേഖലകളിൽ ഇസ്ലാം നൽകിയ സംഭാവനകൾ വിവരിക്കുക. പരിഗണിക്കേണ്ട മേഖലകൾ സൂഫിസം, സാഹിത്യം, വാസ്തുശില്പകല. ഇത്രയുമാണ് ചരിത്രം മോഡൽ ചോദ്യപേപ്പർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.